പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരു വീക്കെൻഡിന് ശേഷം നമ്മൾ കാണുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതികളായിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അതുൾപ്പെടെയുള്ള വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 2 ഘട്ടമായാണ് ബീഹാറിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് നവംബർ 6-നും നവംബർ 11-നും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് നവംബർ 6-ന് ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുക. നവംബർ 11-ന് 122 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ നവംബർ 14-നാണ്. നമുക്കറിയാം രാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്. എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളുടെ ഭൂമികയാണ് ബീഹാർ. രാജ്യമെങ്ങോട്ട് എന്നതിന്റെ സൂചികയും ബീഹാർ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അതിന്റെ തുടക്കം ബീഹാറിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ തീയതികളാണ് ആയിരിക്കുന്നത്. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം നമുക്കറിയാം ബീഹാറിൽ ഒരുപാട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. 5 ഘട്ടങ്ങളിലായൊക്കെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത്. കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് 3 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. ഇപ്പോൾ ഒരു നിർണായക തീരുമാനം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബീഹാർ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. നവംബർ 14-ന് വോട്ടെണ്ണൽ നടക്കും. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു 17 തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തുകയുണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നതു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പോസ്റ്റൽ വോട്ടുകൾ. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വോട്ടുകൾ പൂർണ്ണമായും എണ്ണുന്നതിന് മുൻപ് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണും എന്നതുൾപ്പെടെയുള്ള ചില നിർണായക തീരുമാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SIR അവിടെ നടക്കുമ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് സുതാര്യമല്ല ആ പ്രക്രിയ എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏതാണ്ട് 65 ലക്ഷത്തോളം മനുഷ്യരെ വോട്ടില്ലാതെ പുറത്തു നിർത്തുന്ന ആ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ SIR-നെതിരെ അത് രാജ്യവ്യാപക പ്രക്ഷോഭമായി തന്നെ അത് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നപരിഹാരങ്ങളിലൂടെ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. ആകെ ബീഹാറിൽ നോക്കിയാൽ 7,43 ലക്ഷം മനുഷ്യരാണ് ബീഹാറിൽ വോട്ടർമാരായി ഉള്ളത്. അതിൽ 3,92 ലക്ഷം പുരുഷ വോട്ടർമാരും 3,50 ലക്ഷം സ്ത്രീ വോട്ടർമാരുമാണ്. പുരുഷ വോട്ടർമാരാണ് അവിടെ കൂടുതൽ. ട്രാൻസ് വോട്ടർമാർ 1725 പേരുണ്ട്. പുതിയ വോട്ടർമാർ 14,1000 പേർ പുതിയ വോട്ടർമാരായി വരുന്നു. സർവീസ് വോട്ടർമാർ 1,63,000 പേരാണ്. ഭിന്നശേഷി വോട്ടർമാർ 7.2 ലക്ഷം പേർ. മുതിർന്ന വോട്ടർമാർ 4 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ. എന്തായാലും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വോട്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് 2 വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടാണ് തെളിവുകൾ സഹിതം എന്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടക്കുന്നത് എന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. വോട്ടധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ നടത്തിയ ഒരു റാലി നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ
ബഹുജന പിന്തുണ ആർജിക്കാൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചായി. അത് ജനങ്ങളിൽ എന്താണ് ഈ സമ്പ്രദായങ്ങളിലൊക്കെ വന്നിട്ടുള്ള വീഴ്ചകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നതിനും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ആ വിധത്തിലൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ഏറ്റുമുട്ടലാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ പ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. बिहार के चुनाव 2 फेजेस में होंगे। पहले फेज के डेट गैजेट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को। लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज की 17 को होगी, दूसरे की 20 को। स्क्रूटनी 18 और 21। विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर। और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे। काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाएगी. അപ്പോൾ 2 ഘട്ടങ്ങളിലായി ബീഹാറിലെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ എന്താണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി നിതീഷ് കുമാർ അവിടെ ഭരണത്തിലാണ്. അത് NDAയ്ക്കൊപ്പമായാലും മഹാഗഠബന്ധനൊപ്പമായാലും അങ്ങനെ മാറി മാറി രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ നിതീഷ് കുമാർ അവിടെ ഭരണത്തിൽ തുടരുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ കക്ഷിയായിട്ടും പക്ഷേ മഹാഗഠബന്ധന് അവിടെ അധികാരം പിടിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. BJP അധികാരത്തിലേക്ക് എത്തുന്നു. അവിടെ BJPക്ക് കൂടുതൽ സീറ്റുണ്ടായിട്ടും അവരെക്കാൾ ഏതാണ്ട് 28 സീറ്റോളം കുറവുള്ള പാർട്ടിയെ നയിക്കുന്ന നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയ അതികായന്റെ ഇനിയുള്ള ഭാവി എന്ത് എന്നത് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ നമുക്കറിയാം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബീഹാറിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJPയെ സംബന്ധിച്ച് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവർ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമോ എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ട്. എന്തായാലും അതിലേക്കുള്ള പ്രയാണമാണ് കഴിഞ്ഞ തവണ. പക്ഷേ ചില കോംപ്രമൈസുകളുടെ ഭാഗമായി അവർക്ക് നിതീഷിനെ അധികാരത്തിൽ നിലനിർത്തേണ്ടി വന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലനിർത്തേണ്ടി വന്നു. ഇത്തവണ ഒരുപക്ഷെ BJP സ്വന്തം നിലയിൽ മുഖ്യമന്ത്രിയെ അവിടെ സൃഷ്ടിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള തോന്നലുകൾ ജനിപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഭരണത്തിൽ നിതീഷിന്റെ പിന്തുണ അനിവാര്യമായ ഒരു ഘട്ടം, ജനതാദൾ യുണൈറ്റഡിന്റെ പിന്തുണ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾക്ക് BJP തയ്യാറാകില്ല എന്നതാണ് സാഹചര്യം. അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമായി നിൽക്കുന്നു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയാണ്. എന്താണ് ബീഹാറിലെ ഫലം എന്ന് നമ്മൾ കാത്തിരിക്കണം. വലിയ രാഷ്ട്രീയ അതികായനായ നിതീഷ് കുമാറിൻ്റെ നിതീഷ് ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിനെ മക്കൾ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിൽ പ്രചരണത്തിന് സമയം ചെലവഴിക്കുകയും വോട്ട് ചോരി രാജ്യവ്യാപകമായി ഉന്നയിക്കുന്ന വോട്ട് ചോരി എന്ന വിഷയം ബീഹാറിൽ അവർ ഒരു പരീക്ഷണശാലയാക്കി അവിടെ പരീക്ഷിക്കാനിറങ്ങുകയാണ്. രാഹുൽ 2 തവണ വാർത്താ സമ്മേളനം നടത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു മാറ്റുരയ്ക്കലായിരിക്കും ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ആർക്കൊപ്പമാണ്, എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള പോക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നിർണായക വിലയിരുത്തൽ തന്നെയായിരിക്കും ബീഹാറിൽ സംഭവിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമുള്ള മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് തുടങ്ങിയതൊക്കെ വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പാണ് എന്തായാലും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അയ്യപ്പന്റെ സ്വർണം കട്ടവരും ആര് എന്ന ചോദ്യം തന്നെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ അയ്യപ്പന് ചാർത്താൻ കൊണ്ടുവന്ന സ്വർണം അവിടെ നിന്ന് ഇല്ലാതായ നഷ്ടപ്പെട്ട സംഭവം മാറും. ഫലസ്തീനിലെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
കാസർഗോഡ് കുമ്പളയിൽ സ്കൂളിൽ കുട്ടികൾ നടത്തിയ മൂകാഭിനയം മൈം തടഞ്ഞ അധ്യാപകരുടെ നടപടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വ്യാപക പ്രതിഷേധമാണ് അതിനെതിരെ ഉയർന്നത്. അന്ന് രംഗത്ത് വന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. കുട്ടികൾ വീണ്ടും കളിക്കും എന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പായിരുന്നു. ഇന്ന് അതേ സ്കൂളിൽ കുട്ടികളെത്തി. അവർ നിറഞ്ഞ സദസ്സിന് മുൻപിൽ ആ വേദിയിൽ തന്നെ അവരുടെ മൈം അവതരിപ്പിച്ചു. അവർ പൂർണ്ണമായും അവതരിപ്പിച്ചു. അത് നിറഞ്ഞ കൈയടികളോടെ ആ സദസ്സ് ഏറ്റുവാങ്ങി. കുട്ടികൾ സന്തുഷ്ടരായി. അപ്പോൾ അതിന് ആണ് ഇന്ന് കാസർഗോഡ് സാക്ഷ്യം വഹിച്ചത്, കേരളം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ഈ സംഭവത്തിലേക്ക് നയിച്ചത് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിനിടെ അധ്യാപകർ ഇടപെട്ട് ഈ പലസ്തീൻ അനുകൂലമായി നടന്ന അവിടുത്തെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ആ ഒരു മൈം നിർത്തിവെപ്പിക്കുകയായിരുന്നു. അതാണ് വലിയ വിവാദമായി പിന്നീട് മാറിയത്. ആ കുട്ടികൾ തന്നെ പലരും മരിച്ചു വീണ കുഞ്ഞിനെ എടുത്ത് സ്റ്റേജിന് മുന്നിലേക്ക് വരുമ്പോൾ അധ്യാപകർ വന്ന് കർട്ടനിടുകയായിരുന്നു എന്ന കാര്യം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ അധ്യാപകർക്കെതിരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അസാന്നിധ്യത്തിലാണ് ഇന്ന് കലോത്സവം പുനരാരംഭിക്കുകയും ആ വിദ്യാർത്ഥികൾ അവിടെ അവരുടെ പരിപാടി മനസ്സ് നിറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതേ മൈം ഈ സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ രണ്ട് അധ്യാപകർ വന്ന് സ്റ്റേജിലേക്ക് കയറി അവർ ഇടപെട്ട് ഇത് നിർത്തിവെപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വലിയ മനോവിഷമം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും ആർക്കാണ് അതിന് അധികാരം എന്നത് ചോദിക്കുകയും ചെയ്തു. എന്നും പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ജനതയാണ് കേരളത്തിലേത്. അങ്ങനെ ഒരു കലാ ആവിഷ്കാരം നടക്കുമ്പോൾ ആർക്കാണ് അതിന് തടയാനുള്ള അധികാരം എന്നത് മന്ത്രി ചോദിച്ചു. അതിൽ അന്വേഷണം ഉണ്ടാകും എന്നത് മന്ത്രി പറഞ്ഞു. അത് കുട്ടികൾക്ക് വീണ്ടും കളിക്കാൻ അവസരമൊരുക്കും എന്ന ഒരു ഉറപ്പ് കൂടി മന്ത്രി കൊടുത്തു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സ് നിറഞ്ഞ സദസ്സിന് മുന്നിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരു അന്വേഷണവും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്നു. അത് DDയുടെ ഈ റിപ്പോർട്ടിൽ പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ അധ്യാപകർ ഇടപെട്ട് തടഞ്ഞതാണ് എന്നതല്ല പറയുന്നത്. കലോത്സവ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഈ മൈം അവതരിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് അധ്യാപകർ ഇടപെട്ട് അത് നിർത്തിവെച്ചത് എന്നതായിരുന്നു DDയുടെ റിപ്പോർട്ട്. അത് നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ പ്രാഥമികമായും നടത്തിയ വിലയിരുത്തലിന് വിരുദ്ധമായിരുന്നു. അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു DDയുടെ റിപ്പോർട്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും ആ അധ്യാപകരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ മൈം ഈ സ്കൂളിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും വലിയ പങ്കാളിത്തം തന്നെ ആളുകളുടേത് അവിടെ ദൃശ്യമായിരുന്നു. ഇത് തടയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീഷണികളൊക്കെ നിലനിന്നിരുന്നു എങ്കിൽ പോലും ഈ മൈം 12 മണിക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് പ്രതിഷേധക്കാർ എത്തിയത്. BJP പ്രവർത്തകരുടെ പ്രതിഷേധം അവിടേക്ക് എത്തി. ഇങ്ങനെ എന്തിനാണ് പലസ്തീൻ്റെ പതാക ഇതിൽ എന്തിനാണ് കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് BJP ഇന്നും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അപ്പോൾ പോലും ആ പരിപാടി മുടക്കാൻ ശ്രമിച്ചില്ല എന്നത് നമ്മൾ കാണണം. അതിനുശേഷം അവർ നേരത്തെ പറഞ്ഞു വെച്ച പ്രതിഷേധം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്.
കനത്ത സുരക്ഷ സ്കൂളിന് ഒരുക്കിയിരുന്നു. ഒരു കാരണവശാലും ആർക്കും ആ പരിപാടി തടയാൻ പറ്റാത്ത വിധത്തിൽ കനത്ത സുരക്ഷയിലാണ് പരിപാടി നടത്തിയത്. അപ്പോൾ BJP പ്രതിഷേധിച്ച് അവിടെ രംഗത്തെത്തുമ്പോൾ കുട്ടികൾക്ക് ഐക്യദാർഢ്യവുമായി കൂടി അവിടെ പ്രകടനം നടന്നു എന്നത് നമ്മൾ കാണണം. അത് ഒരു ഭാഗത്ത് വളരെ ശക്തമായി കുട്ടികൾക്ക് പിന്തുണ അർപ്പിച്ചാണ് ആളുകൾ എത്തിയത്. കുമ്പള കർമ്മസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ആ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നടന്നത്. അതേസമയം BJPയുടെ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ കണ്ടു. നേരത്തെ ഇത് ഈ മയം അധ്യാപകർ ഇടപെട്ട് നിർത്തിവെച്ചപ്പോൾ MSFും SFIയും ഒക്കെ വലിയ പ്രതിഷേധമുയർത്തിയത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, പാലസ്തീനിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ 20,000-ലധികം കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു. 67,000-ലധികം മനുഷ്യർ മരിച്ചു. ലോകം തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ്. ആരും അത്തരം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് മനുഷ്യരായിട്ടുള്ള ഓരോരുത്തരുടെയും കടമയാണ് എന്നത് വേണം പറയാൻ. അങ്ങനെ ഒരു കലാരൂപം കുട്ടികൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു നല്ല സന്ദേശമായി കാണുന്നതിന് പകരം അതിനെ തടസ്സപ്പെടുത്താനും മറ്റ് രീതികളിൽ ചിത്രീകരിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടന്നത്. എന്തായാലും ശക്തമായ ഇടപെടലുകളിലൂടെ അത് തിരുത്താനും ഒരു നല്ല സന്ദേശം തന്നെ നൽകാനും കഴിഞ്ഞിരിക്കുന്നു. അതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും റോളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും അതിനൊപ്പം നിന്ന് പിന്തുണയർപ്പിച്ചു. ഇന്ന് ആ കുട്ടികൾ മനസ്സ് നിറഞ്ഞ് ആ വേദിയിൽ നിന്ന് അവർക്ക് മടങ്ങാനും കഴിഞ്ഞു. ഫലസ്തീനിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കുകയാണ് കെയ്റോയിലേക്ക്. അവിടെ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉരുത്തിരിയും എന്നതാണ് അറിയേണ്ടത്. ഇസ്രായേൽ, ഹമാസ് പ്രതിനിധികൾ, ഒപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധികൾ എല്ലാം ചേർന്നുകൊണ്ടാണ് കെയ്റോയിൽ ചർച്ചകൾ നടക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ചർച്ചയിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് കെയ്റോയിൽ നടക്കുന്ന ഈ ചർച്ചയുടെ ലക്ഷ്യം. അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ്. വെടിനിർത്തലിലേക്ക് പോകണമെങ്കിൽ ബന്ധികളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാകണം. അപ്പോൾ വെടിനിർത്തലിനും ഒപ്പം ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ ഔട്ട്കം എന്താണ് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ സമീപനത്തിൽ ട്രംപ് സന്തുഷ്ടി രേഖപ്പെടുത്തുന്നത് കണ്ടു. അതിനു മുൻപ് ഈ സമാധാന കരാറുമായി സഹകരിച്ചില്ല എങ്കിൽ സർവനാശമാണ് എന്ന ഒരു സന്ദേശവും ട്രംപ് നൽകിയിരുന്നു. അതിനുശേഷം ഹമാസ് ഈ സമാധാന ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു എന്നത് അവരുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിനെ ട്രംപ് സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്തത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഇസ്രായേൽ ഈ സമാധാന കരാർ അംഗീകരിച്ചിരുന്നു. നമുക്കറിയാം, ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാർ തന്നെയാണ്, സമാധാന ഉടമ്പടി തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് കൂടുതലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല നിർദ്ദേശങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം വാസ്തവമാണ്. അറബ് രാഷ്ട്രങ്ങളുടെ കൂടി ഇടപെടലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ സമാധാന ഉടമ്പടി ഉടലെടുക്കുന്നത്. വലിയ സമ്മർദ്ദം അത് അംഗീകരിക്കാനും ഈ യുദ്ധം നിർത്തുന്നതിനും ഹമാസിന് മേൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ നിലയിലാണ് അവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എത്രമാത്രം ഈ വിഷയത്തിൽ ഈ കരാറിലേക്ക് എത്താൻ അവർ അനുകൂലമാകുന്നു, ഉടമ്പടിയിലെ ഏതൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കിയാൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഇടപെടലാണ് ഈ ചർച്ചയിലുള്ളത്.
ഇസ്രയേൽ പ്രതിനിധിയാണ് അതിൽ ഏറ്റവും പ്രധാനം. ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെയ്മർ നയിക്കുന്ന സംഘമാണ് ഇസ്രയേലിന് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ റോൺ ഡെർമർ എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ വലിയ വിശ്വസനാണ്, ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. പല കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഏറ്റവും വിശ്വസ്തനായ നെതന്യാഹുവിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഡെർമർ അറിയപ്പെടുന്നത്. അമേരിക്കയിലെ അംബാസിഡറായിരുന്നു, ഇസ്രയേലിൻ്റെ അംബാസിഡറായിരുന്നു ഡെർമർ. അങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയെയാണ് ഈ നിർണായക ചർച്ചയിൽ ഇസ്രയേലിൻ്റെ പ്രതിനിധിയായി നെതന്യാഹു അയച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തി. രണ്ടാമത് ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ. ഖലീൽ അൽ ഹയ്യയും സംഘവുമാണ് ഹമാസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഖലീൽ അൽ ഹയ്യയെ നമുക്കറിയാം, ഈ ആക്രമണം ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ശക്തമാക്കുമ്പോൾ ഒരു സമാധാന വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. അന്ന് ഇസ്രയേൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ. ആ ഖലീൽ അൽ ഹയ്യയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, നിരവധി തവണ ഇസ്രയേൽ വധിക്കാൻ ലക്ഷ്യമിട്ട അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട വ്യക്തി കൂടിയാണ്. ഹമാസിൻ്റെ ഗസയ്ക്ക് പുറത്തുള്ള നേതാവ് കൂടിയാണ്, പലസ്തീന് പുറത്തുള്ള നേതാവ് കൂടിയാണ് ഖലീൽ അൽ ഹയ്യ. പക്ഷേ ഖലീൽ അൽ ഹയ്യയ്ക്ക് വലിയൊരു നഷ്ടം അന്നത്തെ ഖത്തറിലെ ആക്രമണത്തിലുണ്ടായി. ഖലീൽ അൽ ഹയ്യയുടെ മകൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷവും ഈ സമാധാന കരാറിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നതെന്ന് ഖലീൽ അൽ ഹയ്യ പറയുന്നു. കാരണം തനിക്കുൾപ്പെടെ വ്യക്തിപരമായി വലിയ നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഗസയിൽ ജീവനറ്റ് വീഴുന്ന കുഞ്ഞുങ്ങൾ അത് വേദനിപ്പിക്കുന്നതാണ്. അവിടെ മനുഷ്യർ നരകയാതന അനുഭവിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ആകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ പ്രതീക്ഷയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളത് എന്നതാണ് ഖലീൽ അൽ ഹയ്യ മാധ്യമങ്ങളോട് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. മറ്റൊന്ന് അമേരിക്കയുടെ പ്രതിനിധിയാണ്. അത് ജറഡ് കുഷ്ണറാണ്. ട്രംപിൻ്റെ മരുമകനാണ് കുഷ്ണർ. അദ്ദേഹവും ഈ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആകുന്നു. അമേരിക്കയെ പ്രതിനിധീകരിച്ചാണ് കുഷ്ണർ പങ്കെടുക്കുന്നത്. ഒപ്പം സ്റ്റീവ് വിറ്റ്കോഫും കുഷ്ണർക്കൊപ്പം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ മിഡിൽ ഈസ്റ്റിൽ നടന്ന സമാധാന ചർച്ചകളിലൊക്കെ കുഷ്ണർ ഒരു ഭാഗമായിരുന്നു. ഈ 20 നിർദ്ദേശങ്ങൾ, സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 നിർദ്ദേശങ്ങൾ, അത് രൂപപ്പെടുത്തുന്നതിലും ജറേഡ് കുഷ്ണർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആ കുഷ്ണർ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ്. അവർ കെയ്റോയിൽ ചർച്ചകളിലാണ്. അതിൻ്റെ ഒഫീഷ്യൽ ചർച്ചകൾക്ക് മുൻപ് തന്നെ അൺഒഫീഷ്യലായിട്ടുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ആദ്യം ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കണം. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാകും. 3 ദിവസത്തിനുള്ളിൽ ബന്ദികളുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇസ്രയേൽ സേന അല്പം പിൻവലിയും. അതിനുശേഷമാകും മറ്റുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അവിടെ വെടിനിർത്തൽ, ഒപ്പം തന്നെ സേനയുടെ പിന്മാറ്റം, പിന്നീട് പ്രധാനപ്പെട്ട ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഹമാസിൻ്റെ നിരായുധീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ യാതൊരു തരത്തിലുമുള്ള അധികാര ഘടനയിൽ ഹമാസ് ഉണ്ടാകരുത് എന്നത് ഒരു നിഷ്കർഷയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഹമാസ് വിധേയമാകുമോ വഴങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഹമാസിനെ സംബന്ധിച്ചും അവർക്ക് നെഗോഷിയേഷൻ വേണ്ടത് ഈ 2 നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ആദ്യഘട്ടമെങ്കിലും വിജയകരമാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് കെയ്റോയിലെ ചർച്ചകളെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ആ സമയത്തും ഗാസയിൽ സമാനതകളില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രയേൽ. ഇന്ന് തന്നെ 16-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടതിന്റെ വാർത്തകൾ അവിടെ നിന്ന് വരുന്നു. അപ്പോൾ വെടിനിർത്തൽ എന്ന പ്രതീക്ഷ നൽകുമ്പോൾ പോലും അതിനു മുൻപുള്ള ഓരോ നിമിഷവും മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ എന്നത് പറയാതെ വയ്യ. അവർക്ക് സഹായം പോലും കിട്ടുന്നില്ല എന്ന്
ഉറപ്പാക്കാനുള്ള സമീപനങ്ങൾ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായവുമായി എത്തിയ കപ്പലുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുകൊണ്ടുള്ള ഇസ്രയേലിന്റെ നടപടികൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അവിടെ ആക്രമണങ്ങളും ഇസ്രയേൽ നടത്തുന്നു, വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്രയേലിന്റെ സേന തീ തുപ്പുമ്പോഴും സമാധാനം പ്രതീക്ഷിച്ച് കെയ്റോയിലെ ചർച്ചയിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം, അവിടെ വെടിനിർത്തലിനുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്ന്, അവിടുത്തെ മനുഷ്യർക്ക് ഇനിയെങ്കിലും നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. എന്തായാലും വെടിനിർത്തലിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഫോക്കസ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഇപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടതാണ് ശരത് എസ് നായർ എന്ന കോടിപതി. കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത തിരുവോണ ബമ്പറിലെ 25 കോടിയുടെ ഉടമസ്ഥനാണ് ശരത്ത്. നെട്ടൂരിലാണ് ടിക്കറ്റ് വിറ്റതെങ്കിലും ശരത്ത് ആലപ്പുഴ സ്വദേശിയാണ്. നെട്ടൂരിൽ നിന്നാണ് ശരത്ത് ടിക്കറ്റ് എടുത്തത്. നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനാണ് ശരത്ത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി SBI ശാഖയിൽ ഇപ്പോൾ ശരത്ത് ടിക്കറ്റ് കൈമാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാത്തിരുന്നത് ഈ ഭാഗ്യവാൻ ആര് എന്നറിയാനാണ്. ശരത്ത് ഈ വിവരം അറിഞ്ഞിട്ടും ആദ്യം ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ കുറച്ച് സമയം ആരും അറിയാതെയിരുന്നു. അതിനുശേഷം സഹോദരനോടാണ് ആദ്യം ഈ വിവരങ്ങൾ പറഞ്ഞത്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് MT ലതീഷാണ് ഈ ടിക്കറ്റ് വിറ്റത്. ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ 9 ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റത്. ഇവയ്ക്ക് 5 ലക്ഷം രൂപ വീതം സമ്മാനം ലഭിക്കും. അങ്ങനെയുള്ള അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ ശരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട് എന്നതാണ് ശരത്തിന് പറയാനുള്ളത്. ലോട്ടറി അടിച്ച കാര്യം താൻ ആദ്യം സഹോദരനോടാണ് പറഞ്ഞത്. അതിനുശേഷം ബാങ്കിൽ ഈ ലോട്ടറി ഹാജരാക്കി. ഇപ്പോൾ പണം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. വീട്ടുകാരുമൊക്കെയായി ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും ശരത്ത് പറയുന്നു. ശരത്തിന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അമിതാഹ്ലാദം ഒന്നുമില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നത് താൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതാണ് തൻ്റെ ശീലം എന്നതാണ് ശരത്ത് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളെല്ലാം കൺഫർമേഷനായിട്ട് നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തീർത്ത് പറയാൻ പറ്റും. അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല സാറേ. എടുക്കാറില്ല. ആദ്യമായിട്ട് എടുത്ത ബമ്പർ. ഇത് ഇത്രയും ദിവസം ഈ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലത് കറക്റ്റ് കൺഫർമേഷൻ ആവാണ്ട് സീരിയൽ നമ്പർ കാര്യങ്ങൾക്കെല്ലാം ഉള്ളതാണല്ലോ ഇതിനകത്ത്. അപ്പൊ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇത് 2 ദിവസമായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ഈ ഭാഗ്യവാൻ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നു, നെട്ടൂരുള്ള പേര് പറയുന്നു. അപ്പോൾ ഈ ശരത്തിന്റെ ഉള്ളിലുള്ള ഭാവം എന്തായിരുന്നു? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കൺഫേം ചെയ്ത് ജസ്റ്റ് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഞാൻ ജസ്റ്റ് അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് കൺഫർമേഷൻ ആവും. പിന്നെ വീണ്ടും ഇതിന്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയായിരുന്നു, അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു. പിന്നെ എന്റെ ബ്രദറിനോടാ പറഞ്ഞത്. എല്ലാവർക്കും വളരെ സന്തോഷം. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ. അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിന് ശേഷം നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു സാർ. വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്. വൈഫ് ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല. ഈ അവിടുന്ന് ഏജന്റ് ശരത്തിനെ തിരിച്ചറിഞ്ഞായിരുന്നോ? ഏജന്റിനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാൻ ഒരു 12 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ടിക്കറ്റ് എടുക്കും. ഓഫീസിൽ ആരോട് പറയാതെ മുങ്ങി? ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു. രാവിലെ പോയി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇല്ല, ഓഫീസിൽ നമുക്ക് 25 കോടി അടിച്ച കോടിപതിയാണ്. പക്ഷേ സംസാരമൊക്കെ കേട്ടാൽ ഒരു തരത്തിലും ഒരു അമിതാഹ്ലാദമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇത് തന്നെയാണ് ശരത്തിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും SBIയുടെ തുറവൂർ ശാഖയിലാണ് ശരത്ത് ഈ ടിക്കറ്റ് കൈമാറിയത്. ടിക്കറ്റുമായി എത്തിയ വ്യക്തിയെക്കുറിച്ച് ബാങ്ക് മാനേജർ സുനിലിനും പറയാനുള്ളത് ഒരു അമിതാഹ്ലാദവും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണമായ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ വരുന്ന ആളെ പോലെയായിരുന്നു ശരത്ത് എത്തിയതെന്നാണ്.
അത്ഭുതമായിട്ട് തോന്നിയത് ഈ 25 ലക്ഷത്തിൻ്റെ ബമ്പർ അടിച്ചിട്ടും അത് വളരെ കൂളായിട്ട് 25 കോടി അടിച്ചിട്ടും വളരെ കൂളായിട്ട് യാതൊരു ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ല. വളരെ വളരെ അദ്ദേഹം ഇവിടുത്തെ തേക്കടിശ്ശേരി ഉള്ള സ്വദേശിയാണ്, നമ്മുടെ അക്കൗണ്ട് ഹോൾഡറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അത് ലോട്ടറിയുടെ ഓഫീസിലെത്തിച്ച് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റു പ്രൊസീജിയർ എല്ലാം ബാങ്കിന്റെ ഭാഗത്തുനിന്ന്. അതെ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒന്നുമില്ല, നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്തായാലും അമിതാഹ്ലാദമൊന്നും ഇല്ലാത്ത ശരത്തിനാണ് 25 കോടി ലഭിച്ചിരിക്കുന്നത്. ശരത്തിന് സന്തോഷമുണ്ടാകട്ടെ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരത്തിന് കിട്ടിയ പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടട്ടെ, ഒരുപാട് പേർക്ക് സഹായമാകട്ടെ, നല്ല രീതിയിൽ അത് വിനിയോഗിക്കപ്പെടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഒപ്പം തന്നെ നല്ല രീതിയിൽ ശരത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ലോട്ടറി അടിച്ച് സമാധാനം നഷ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സമാധാനം തുടർന്ന് ഉണ്ടാകട്ടെ എന്നതുകൂടി ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എന്തായാലും അമിത ആഹ്ലാദം ഒന്നും ശരത്തിനില്ല എന്നത് ബാങ്ക് മാനേജർ ഉൾപ്പെടെ പറയുമ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയായി വേണം നമ്മൾ കരുതാൻ. 25 കോടി കിട്ടിയതിൻ്റെ ഒരു അമിത ആഹ്ലാദവും ഇല്ലാതെ അതിനെ ഡീൽ ചെയ്ത രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. എന്തായാലും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം. ഇനി നമുക്ക് മറ്റ് ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. പാലക്കാട് KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത് ഇന്നലെ രാത്രി. റാപ്പർ വേടനെതിരായ ഗൂഢാലോചന പരാതിയിൽ സഹോദരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ. പീഡന പരാതിയിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കുടുംബം. പാലക്കാട് പ്ലാസ്റ്റർ ഇട്ട കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്ക് സസ്പെൻഷൻ. നടപടി പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ച വരുത്തിയത്. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 2 വയസ്സുകാരിയുടെ മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്കായി പുറത്തെടുത്തു. കേരളത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറിപ്പടി ലഭിച്ചാലും മരുന്ന് നൽകരുതെന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നിർദ്ദേശം. മരുന്ന് വ്യാപാരികൾക്കും ഫാർമസിസ്റ്റുകൾക്കും നിർദ്ദേശം. കോഴിക്കോട് പയ്യാനിക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് ഭർത്താവിന്റെ കുടുംബത്തിന്റെ പീഡനം. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. കുടുംബസ്വത്തിന്റെ ഓഹരി അമ്മ യുവാവിൽ നിന്നും സ്വന്തം പേരിലാക്കി. വീട്ടിൽ നിന്നും മോഷണം നടത്തിയെന്നാരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ തെരുവ് നായ ശല്യത്തിനെതിരായ ബോധവൽക്കരണത്തിനിടെ നാടക കലാകാരന് നായയുടെ കടിയേറ്റു. കണ്ടക്കൈപ്പറമ്പിൽ P. രാധാകൃഷ്ണനാണ് കടിയേറ്റത്. P. കൃഷ്ണപിള്ള വായനശാലയിൽ നടന്ന നാടകാവതരണത്തിനിടെയായിരുന്നു ആക്രമണം. കടിയേറ്റ രാധാകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾ വെന്തു മരിച്ചു. അപകടം ജയ്പൂരിലെ SMS-ൽ നിരവധി പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ 18 മരണം. സംസ്ഥാനത്താകെ 23 പേരാണ് മരിച്ചത്. NDRFന്റെയും ലോക്കൽ പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സായനയാത്രയിലേക്ക്. എറണാകുളത്ത് കടമക്കുടി ദ്വീപ് സഞ്ചാരപ്രിയരുടെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. അല്പസ്വല്പം കുറ്റവും കുറവും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ട് എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ കടമക്കുടിയുടെ സൗന്ദര്യ കാഴ്ചകളിലേക്കാണ്, സുന്ദര കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നത് ഡാനിപോളാണ്. കായലും പുഴയുടെ കൈവഴികളുമെല്ലാം പങ്കിട്ടെടുക്കുന്ന കടമക്കുടിയുടെ പച്ചപ്പാണ് കാഴ്ചക്കാരൻ്റെ ആനന്ദം. വിശാലമായ ചെമ്മീൻകെട്ടുകളും പൊക്കാളിപ്പാടങ്ങളും കൊണ്ട് സമൃദ്ധം. ഇവയ്ക്കിടയിലൂടെ
വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ചെറിയ റോഡ്, തണൽ മരങ്ങൾ, അങ്ങനെ കണ്ടുപോകാൻ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. നന്നായിട്ടുണ്ട് മൊത്തത്തിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആലപ്പുഴയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ കൊച്ചിയൊക്കെ അടുത്തുള്ളതുകൊണ്ട് കുറച്ചുകൂടി അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ നന്നായിരിക്കും. പുഴയുടെ കൈവഴികളിൽ ചെറിയ രീതിയിലുള്ള ബോട്ടിംഗ് സൗകര്യമുണ്ട്. കടമക്കുടിക്ക് പഴയതിനേക്കാളും മനോഹാരിതയിലേക്ക് എത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സൗന്ദര്യം കൃത്യമായി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും എല്ലാമുള്ള ഒരു സൗകര്യങ്ങളിലേക്ക് കടമക്കുടി എത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോൾ ഈ ബോട്ടിംഗ് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ഇപ്പോൾ കൂടുതൽ കമ്പനികളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണ തോതിൽ ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയാൻ ഈ കൊച്ചിയുടെ ഒരു ബാക്ക് വാട്ടർ അതിൻ്റെ ഒരു സൗന്ദര്യമെല്ലാം തന്നെ ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത്തരം കമ്പനികൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കയാക്കിംഗ് സൗകര്യമുണ്ട്, ഇതുപോലുള്ള ബോട്ട് സഫാരിയുണ്ട്. ഇങ്ങനെ ചുറ്റി നടന്ന് മണിക്കൂറുകളനുസരിച്ച് ചുറ്റി നടന്ന് പോകാം. ഇവിടെ നിന്ന് മറൈൻ ഡ്രൈവ് വരെ പോയി എത്താനുള്ള സൗകര്യങ്ങൾ വരെയുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ഏതാണ്ട് കടമക്കുടിയുടെ മറ്റ് ഐലൻഡുകളും എല്ലാം തന്നെ ഇതുപോലെ തന്നെ സന്ദർശിച്ച് പോകാനായിട്ട് കഴിയും. രസകരമായ കാഴ്ചകൾ എമ്പാടുമുണ്ട്. ചിലയിടത്ത് ഹോട്ടലുകളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ പഴയതുപോലെ കടമക്കുടി അതിനേക്കാളും നവീകരിക്കപ്പെട്ടിരിക്കുന്നു കാഴ്ചകളുടെ കാര്യത്തിലും സൗകര്യങ്ങളുടെ കാര്യത്തിലും എന്നതാണ് മാറുന്ന കടമക്കുടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വ്യവസായി ആനന്ദ് മഹീന്ദ്ര താൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന് കടമക്കുടിയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതോടെ തിരക്ക് ഒന്നുകൂടി വർദ്ധിച്ചു. ഇവിടെ കടമക്കുടിയിൽ മെയിനായിട്ട് ബോട്ട് സവാരിയാണ് നോക്കണം ആൾക്കാർ. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ ബോട്ടുകൾ കൂടുതൽ. പിന്നെ ഇവിടെ വലിയ ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ആഴം കുറവുള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ ശിക്കാര ബോട്ടുകൾ ഇതുപോലത്തെ സ്പീഡ് ബോട്ടുകളും കൂടുതൽ ഉപയോഗിക്കുന്നത്. വലിയ ഹൈ ലെവലുള്ള ഹൈ സ്പീഡ് ബോട്ടുകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ മണ്ണുകൾക്കും മറ്റുള്ള സ്ഥലങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കും. നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ചെയ്യാം. അതെ 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 ആളുകൾക്ക് വന്ന് കണ്ടുപോകാൻ ഒരുപാടായി പോലെ. അതെ അതെ തീർച്ചയായിട്ടും. സൗകര്യം വന്നതോടുകൂടി ആൾക്കാർക്കും ഇഷ്ടം കൂടി തുടങ്ങി. തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലും ബോട്ടിംഗ് ആണ് ഇവിടെ പ്രധാനം നൽകുന്നത്, കാരണം എല്ലാ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും ബോട്ടിംഗ് നിർബന്ധമുള്ള കാര്യമായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും. മുഴുവൻ സമയത്തും ആളുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടുപോകാം. അത്യാവശ്യം വൈകുന്നേര സമയങ്ങളിൽ പിന്നെ വീക്കെൻഡുകളിലും നല്ല ആളുണ്ടാകും, കാരണം ശനി ഞായറൊക്കെ നല്ല ആളുണ്ടാകും. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പോരായ്മ ഇപ്പോഴും കടമക്കുടിക്കുണ്ട്. ടൂറിസ്റ്റുകളുടെ പാർക്കിംഗ് വലിയ വെല്ലുവിളിയാണ്. വാട്ടർ മെട്രോ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ തിരക്ക് ഇനിയും വർദ്ധിക്കും. കടമക്കുടി മെട്രോ സ്റ്റേഷൻ, വാട്ടർ മെട്രോയുടെ ആ സ്റ്റേഷൻ പൂർത്തിയാവുകയാണ്. വൈകാതെ ഇത് ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് തുടങ്ങും. അത് മറൈൻ ഡ്രൈവിൽ നിന്നുമെല്ലാം തന്നെ നേരിട്ട് സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് മാറുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ പാലിയന്തുരുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്. തൊട്ടപ്പുറത്ത് പാലിയന്തുരുത്ത് മെട്രോ സ്റ്റേഷൻ അതും പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ജങ്കാർ സർവീസ് 2 കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ജങ്കാർ സർവീസാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് ഇനിയിപ്പോൾ വാട്ടർ മെട്രോ കൂടി വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് കടമക്കുടിയിലേക്ക് എത്താം. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കടമക്കുടി കുറേ കൂടി മിടുക്കിയാവുകയാണ്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക്, ഈ പ്രകൃതി ഭംഗിയെല്ലാം തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കടമക്കുടി മാറുകയാണ്. കയാക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങളിലൂടെ ബാക്ക് വാട്ടറിൽ അവരെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ കടമക്കുടിയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്താൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ സൗകര്യങ്ങൾ മാറുന്നു. കുറേ കൂടി ആളുകൾക്ക് കടമക്കുടിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കടമക്കുടിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കടമക്കുടിയുടെ സുന്ദര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വാട്ടർ മെട്രോ കൂടി വന്നാൽ കൂടുതൽ പേർക്ക് അവിടേക്ക് എത്താനുള്ള സൗകര്യം ആകും. 4 പാടും വെള്ളം, ഒപ്പം തന്നെ ഹരിതാഭയും. അപ്പോൾ ഹോട്ടലുകളുമൊക്കെ നിരവധിയുണ്ട് എന്ന് ഡാനിപ്പോൾ പറയുന്നു. അപ്പോൾ ആളുകൾക്ക് വൈകുന്നേര സമയം ചെലവിടാൻ പറ്റുന്ന നല്ല മനോഹരമായ ഒരിടമാണ് ഡാനിപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഈ കാഴ്ചകളോടുകൂടി ഇന്നത്തെ നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കാണാം വീണ്ടും. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.